അനിമോൾ പ്രവീണിനോട് പറയാണ്, ഇവിടെ കപ്പടിക്കുന്ന ആളെക്കുറിച്ച് എല്ലാവരും പറയുന്ന കേട്ട് പതുക്കെ പതുക്കെ. കാരണം അപ്പം പ്രവീൺ ചോദിച്ചാൽ ആര്, അനീഷേട്ടനാണ് എന്ന് പറഞ്ഞായിരുന്നു പലരും. അപ്പം അനീഷേട്ടനെന്ന് പതുക്കെയാണ് പറയുന്നത്, ബിഗ് ബോസിൻ്റെ നിന്ന് വഴക്ക് കേട്ടാലാന്ന് ഓർത്ത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ PR ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പം അനീഷേട്ടന് കപ്പടിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാൻ PR കൊടുത്തിട്ടില്ലെന്ന്. എൻ്റെ വീട്ടിൽ 15 ലക്ഷത്തിന് PRൻ്റെ ആൾക്കാർ വന്നതാണ് കഴിഞ്ഞ സീസണിൽ, അവരാണ് ജയിപ്പിച്ചതെന്നും പറഞ്ഞ് ആ PR അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും ഈ സീസണിലുള്ള ആരെങ്കിലും പോയി നോക്കിക്കോ, അവർക്ക് കൊടുക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടുക. എന്നാൽ അത്രയും രൂപ ഉണ്ടെങ്കിൽ ഞാനിവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എന്തായാലും ഞാൻ പുറത്ത് പോകുമ്പോൾ ഈ പറഞ്ഞവരെ ഞാൻ തെളിയിക്കുന്നുണ്ട്, ഇതെന്തായാലും ഞാൻ തെളിയിക്കും. എൻ്റെ ബാങ്കിൽ എത്ര അക്കൗണ്ട് ഉണ്ട്, എപ്പോഴൊക്കെ അത് വിഡ്രോ ചെയ്ത് എല്ലാം ഞാൻ തെളിവ് കൊടുക്കും. അതിന് മാത്രം ഞാൻ ഇവിടെ അനുഭവിച്ച് ഈ ഒരു PRൻ്റെ കാര്യത്തിൽ. എന്നിട്ട് അനിമോൾ പറയാണ്, അപ്പം ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ഞങ്ങളുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടോ? ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട്, ഞാൻ 3 പേരുമായിട്ടേ ഉള്ളൂ, നീയും പിന്നെ അഭിലാഷും പിന്നെ ഒനിയനും, ഇവർ 3 പേരുമായിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമായിട്ടും ഞാൻ ഒരു കോണ്ടാക്റ്റിനും ഇല്ല. അപ്പം ആദില നൂറ ഇല്ലില്ല, ഒരിക്കലും ഇനിയില്ല. എൻ്റെ നെഞ്ചിലിട്ട് കുത്തിയിട്ട് ഇനി ഞാൻ സ്നേഹിക്കാനോ? ഇനി സ്നേഹിക്കത്തില്ല, ഒരു കോണ്ടാക്റ്റിനും ഇല്ല. ഇവിടെ പിന്നെ നടന്ന കാര്യങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകും, പിന്നെ ഇവിടെ ഉള്ളവരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഒരു കാര്യം ഞാൻ ഓർക്കാനും ശ്രമിക്കത്തില്ല. ഒരുപാട് ഞാൻ എല്ലാവരും എന്നെയിട്ട് ഇതാക്കിയതാണ്, എല്ലാവരും കൂട്ടത്തോടെ നിന്ന് എന്നെ ആക്രമിച്ചതാണ്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പക്ഷെ ആരോടും പിണക്കും വൈരാഗ്യമൊന്നുമില്ല, എല്ലാം ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോവും. ആരുമായിട്ടും സൗഹൃദത്തിനും ഇല്ല. നിങ്ങൾ 3 പേരുമായിട്ട് മാത്രമേ ഞാൻ സൗഹൃദത്തിനുള്ളൂ. ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്, എന്നിട്ട് അവസാനം PR ഉള്ളത് ഞാൻ മാത്രമായി. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എല്ലാവരും പറയും, അവസാനം പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നല്ല സത്യസന്ധർ. പ്രവീണിനോട് പറയാം, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നതല്ല, ഞാൻ ആരോടും പറയത്തില്ല, നിന്നോട് ആയതുകൊണ്ടാണ് ഞാനെല്ലാം തുറന്നു പറഞ്ഞതെന്ന് പറയുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.